നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉന്മേഷക്കുറവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ശരീരത്തിൽ ഒരു എനർജി കുറവായിട്ട് തോന്നുക, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക, നമ്മൾ എവിടെയെങ്കിലും കിടന്നിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് നേരം കൂടി കിടക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ടെൻഡൻസി കൂടുതലായിട്ട് വരിക, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒന്ന് എണീക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ മസിൽസുകളിൽ ആസകരമായിട്ടുള്ള വേദനകൾ അനുഭവപ്പെടുകയും ഒരു 5-10 മിനിറ്റിന് ശേഷം മാത്രമാണ് നോർമലായിട്ട് നടക്കാൻ പറ്റുന്നത്. സ്റ്റെപ്പുകളൊക്കെ തന്നെ വളരെ വേഗം കയറിക്കൊണ്ടിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് മസിൽസുകൾക്കും മുട്ടുകൾക്കും ഒക്കെ തന്നെ അമിതമായിട്ട് ഭാരം അനുഭവപ്പെടുകയും അതുപോലെ ബലക്കുറവിന്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. ഇതുപോലെ തന്നെ നമ്മുടെ ഡൈജഷന്റെ സംബന്ധമായിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് താല്പര്യക്കുറവ് അനുഭവപ്പെടുക, രുചിയില്ലായ്മയുടെ പ്രശ്നങ്ങൾ വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇവയൊക്കെ തന്നെ നമുക്ക് പലവിധ വിറ്റമിൻസുകളുടെയും മിനറൽസുകളുടെയും കുറവ് മൂലമായിരിക്കാം വരുന്നുണ്ടാവുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 5 വ്യത്യസ്ത തരത്തിലുള്ള കോമ്പിനേഷൻ ഫുഡുകളാണ് പറയുന്നത്. അതായത് ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണ രീതികൾ നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെ, പ്രത്യേകിച്ച് അത് രാവിലെ വെറും വയറ്റിൽ ഫസ്റ്റ് ഫുഡായിട്ട് നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ വേണ്ടിയിട്ടും ഉന്മേഷം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഗുണപ്രദമാകുന്നതാണ്. ഇത് മാത്രമല്ല, ഇത് നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒപ്പം രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാനും മസിൽസുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും ഒക്കെ തന്നെ ഏറെ ഗുണപ്രദമാകുന്നതാണ്. പല പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ 30 വയസ്സിന് ശേഷം 1% വീതം മസിൽ മാസ് കുറഞ്ഞു വരുന്നതാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു 5 കോമ്പിനേഷൻ ഭക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 1 അല്ലെങ്കിൽ 2 നിങ്ങൾക്ക് നിത്യേനയുള്ള ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് ഭക്ഷണ രീതികൾ എന്നുള്ളത് മനസ്സിലാക്കാം. ആദ്യത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കറുത്ത എള്ളും അതുപോലെ കിസ്മിസും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ആയുർവേദത്തിൽ തന്നെ കറുത്ത എള്ളിന് പറഞ്ഞാൽ വളരെയേറെ പ്രാധാന്യമേറിയിട്ടുള്ളതാണ്. നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ട്, കാൽസ്യം ലെവല് ഉയർത്താൻ വേണ്ടിയിട്ട്, രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, ഹോർമോൺ ഇംബാലൻസുകളുടെ പ്രശ്നങ്ങളെ ബാലൻസ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ 40 വയസ്സിന് ശേഷമൊക്കെ തന്നെ ശരീരത്തിൽ ചുട്ടുപുകച്ചിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പല വിധത്തിലുള്ള ഹോർമോണൽ ഇഷ്യൂസുകൾ അവർ നേരിടേണ്ടി വരുന്നതാണ്. അപ്പോൾ ഫൈറ്റോ ഈസ്ട്രോജൻ അടങ്ങിയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം തന്നെയാണ് ഈ ഒരു കറുത്ത എള്ളെന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ പ്രാധാന്യമേറിയിട്ടുള്ളതാണ് ഈ ഒരു കിസ്മിസ് എന്ന് പറയുന്നത്. കറുത്ത എള്ളിൽ എന്ന് പറയുന്നത് ഉയർന്ന അളവിൽ കാൽസ്യം ലെവൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാൽസ്യത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് മറ്റു ചില മിനറൽസുകളുടെ ആ ഒരു സമ്മിശ്രണം കൊണ്ട് മാത്രമാണ് ഈ ഒരു കാൽസ്യം ലെവൽ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് ബോറോണും പൊട്ടാസ്യവുമാണ്. ഇവ രണ്ടും സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ളത് കിസ്മിസിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാൽസ്യം അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ നമ്മുടെ മസിൽ മാസിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് 1 ടീസ്പൂൺ അളവായിട്ടുള്ള കറുത്ത എള്ളെടുക്കുക, അത് തലേ ദിവസം 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഇതിനോടൊപ്പം തന്നെ 8-10 കിസ്മിസും കൂടിയിട്ട് ചേർത്ത് വെക്കേണ്ടതാണ്. കിസ്മിസ് ആദ്യം നല്ല രീതിയിൽ ചൂടുവെള്ളത്തിലിട്ടൊന്ന് കഴുകിയതിന് ശേഷം വേണം നല്ല വെള്ളത്തിൽ കുതിർത്ത് വെക്കാനായിട്ട്. കാരണം ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ വെറും വയറ്റിൽ കുടിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവ രണ്ടും 1 ഗ്ലാസ് അളവായിട്ടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ ഒരു വെള്ളം കുടിക്കുകയും അതിനൊപ്പം തന്നെ ഇതിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കറുത്ത എള്ളും കിസ്മിസും കൂടി ചവച്ചരച്ച് കഴിക്കേണ്ടതാണ്. ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ നമുക്ക് ശരീരത്തിലേക്ക് ലഭിക്കുന്നത്. പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ കിസ്മിസ് ഇങ്ങനെ നമുക്ക് കഴിക്കാൻ കഴിയുന്നതല്ല, അവർക്ക് പ്രമേഹം ഉയർത്തുന്നതാണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ പകുതി വീതമോ അല്ലെങ്കിൽ 2-3 മാത്രമാണ് ഇടേണ്ടത്. അതുമല്ല, ഉയർന്ന അളവിൽ നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കിസ്മിസ് ഒഴിവാക്കിയിട്ട് കറുത്ത എള്ള് മാത്രമായിട്ട് ഇതുപോലെ കഴിക്കാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വെള്ള മുസലിയും ബദാമും കൂടി ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ ആണ്. വെള്ള മുസലി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ തന്നെ രസായനങ്ങളുടെ ഒരു പ്രധാന ഒരു ഔഷധമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നതാണ്. മുസലി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പുരുഷന്മാരിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും ഇത് കാൽസ്യത്തിന്റെ ഒരു കലവറ തന്നെയാണ്. കാൽസ്യം ലെവൽ നമ്മുടെ ശരീരത്തിൽ ഉയർത്താൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒപ്പം തന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയും സഹായകരമാകുന്നതാണ്. ഈ ഒരു വെള്ള മുസലി അല്ലെങ്കിൽ സഫേദ് മുസലി എന്ന് പറയും. ഇത് നമുക്ക് അങ്ങാടി കടകളിൽ ലഭിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഓർഡർ ചെയ്ത് വരുത്തേണ്ടതാണ്. ഇതിന്റെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അത് നോക്കി സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനൊപ്പം ചേരുന്നത് ബദാമാണ്. ബദാമിൽ വിറ്റമിൻ ഇ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇവയൊക്കെ തന്നെ നമ്മുടെ നെർവ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമ്മുടെ ഏറ്റവും ഗുണകരമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു 2 കോമ്പിനേഷൻ എങ്ങനെയാണ് ഉപയോഗപ്രദമാക്കേണ്ടത് എന്നുള്ളത് പറയാം.
വെള്ള മുസരിയുടെ പൊടിയായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ പൊടിയിൽ നിന്നും 1/2 തൊട്ട് 1 ടീസ്പൂൺ വരെ നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ 1/2 ടീസ്പൂൺ എടുത്തതിന് ശേഷം ഇത് 1 ഗ്ലാസ് പാലിൽ ചേർത്തിട്ട് രാവിലെ ചെറു ചൂടോടുകൂടി കുടിക്കേണ്ടതാണ്. ഒപ്പം തന്നെ നമ്മൾ തലേ ദിവസം ഒരു 5 അല്ലെങ്കിൽ 6 ബദാം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ഇതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം ഈ ഒരു പാല് കുടിക്കുന്നതിനോടൊപ്പം ചവച്ചരച്ച് കഴിക്കാൻ കഴിയുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മസിൽ ലോസിന്റെ പ്രശ്നങ്ങൾ ഉള്ളവരെ കാണുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് എല്ലുകളുടെ ബലക്കുറവ് അനുഭവപ്പെടുന്നവർക്കാണെങ്കിലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകാൻ സഹായകരമാകും. മൂന്നാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചണവിത്തും ഒപ്പം തന്നെ ഈന്തപ്പഴവും കൂടി ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ചണവിത്ത് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് നൽകാൻ സഹായകരമാകുന്നതും അതിനൊപ്പം തന്നെ നമ്മുടെ ജോയിന്റ് പെയിൻസുകൾ, അതിൽ എല്ലുകൾക്ക് അമിതമായിട്ട് വേദനകൾ വരിക, പ്രത്യേകിച്ച് ഡ്രൈനസ് അമിതമായിട്ട് വരിക എന്ന് പറയാം. നമ്മൾ നടക്കുന്ന സമയത്ത് ചിലർക്ക് കട്ട് സൗണ്ട്, ഇന്ന് ഇരിക്കുമ്പം ഒച്ച കേൾക്കുക, ഇരുന്നിട്ട് എണീക്കുന്ന സമയത്ത് നമുക്ക് മുട്ടുകൾക്ക് ഒച്ച കേൾക്കാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് അതിന്റെ ഉള്ളിൽ ശ്ലേഷ്മദ്രവം, അതായത് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൂയിഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ എല്ലുകൾക്ക് അല്ലെങ്കിൽ ജോയിന്റ്സുകൾ ശരിയായ രീതിയിൽ മൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്നത്. ഇതിന്റെ കുറവ് മൂലമാണ് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പൊ ഈ പ്രശ്നങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ചണവിത്ത് എന്ന് പറയുന്നത്. അപ്പൊ ചണവിത്ത് നമ്മൾ എടുക്കേണ്ട അളവ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഇതൊന്ന് പൊടിച്ചു വെക്കേണ്ടതാണ്. അതായത് കുറച്ച് അളവ് ആയിട്ടുള്ള ഒരു ചണവിത്ത് എടുക്കുക, ഏകദേശം 50 ഗ്രാമോ അല്ലെങ്കിൽ 100 ഗ്രാമോ എടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ട് പാലിലിട്ട് ചൂടാക്കി എടുക്കുക. അമിതമായിട്ട് കരിഞ്ഞു പോവരുത്. അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് നല്ല രീതിയിൽ തന്നെ അടച്ചു വെക്കാവുന്നതാണ്. ഇതിൽ നിന്നും 1 ടീസ്പൂൺ അളവായിട്ടുള്ള പൊടി മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ചണവിത്തിനോടൊപ്പം തന്നെ നമ്മൾ ചേർക്കുന്നതാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. ഈന്തപ്പഴത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. എനർജി ലെവലിനെ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ക്ഷീണം അമിതമായിട്ടുള്ളവർക്ക്, അതുപോലെ നമുക്ക് ഒരു ഉന്മേഷക്കുറവൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് എനർജി നൽകാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഈന്തപ്പഴം നമ്മൾ 2 എണ്ണമാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഒരു 1/2 ഗ്ലാസ് അളവായിട്ടുള്ള പാലെടുക്കുക. ആ 1/2 ഗ്ലാസ് ചൂട് പാലിനകത്തേക്ക് 1 ടീസ്പൂൺ അളവായിട്ടുള്ള ചണവിത്ത് ചേർക്കുക. അതുപോലെ നമ്മൾ ഈ ഒരു ഈന്തപ്പഴം എന്ന് പറയുന്നത് ഈ ഒരു പാല് കുടിക്കുന്നതിനോടൊപ്പം ഈ ഒരു മിശ്രിതം കുടിക്കുന്ന സമയത്ത് അതിന് പുറമെയായിട്ട് ചവച്ചരച്ച് കഴിക്കേണ്ടതാണ്. ഈന്തപ്പഴം എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ 3 എണ്ണം എടുക്കാം. പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ 1 ഈന്തപ്പഴം മാത്രമാണ് എടുക്കേണ്ടത്. നിങ്ങളുടെ പ്രമേഹത്തിന്റെ ലെവൽ അനുസരിച്ച് ഒന്നെങ്കിൽ ഈന്തപ്പഴം ഒഴിവാക്കുക, പകരം ഈ ഒരു ഫ്ലാക്സ് സീഡ് മാത്രമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി പാല് കുടിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് മുന്നേ കുതിർത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്നതാണ്. ഇതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്. ഇനി 4ാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഓവറോൾ ഹെൽത്തിന് വേണ്ടി സഹായകരമാകുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് പെരിഞ്ചീരകവും താമര വിത്തുകളുമാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്. പെരിഞ്ചീരകമാണെന്നുണ്ടെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം, വയറുവീർപ്പിന്റെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അകറ്റുകയും അതിനൊപ്പം നമ്മൾ ചേർക്കുന്നതും ഈ ഒരു താമര വിത്തുകളാണ്. ലോട്ടസ് സീഡ്സ് എന്ന് പറയാറുണ്ട്. ഇത് കാൽസ്യം കണ്ടന്റും ഒപ്പം തന്നെ നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മസിൽസിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ തന്നെ ഗുണകരമാകുന്നതാണ്. ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 താമര വിത്തുകൾ, 15 തൊട്ട് 20 താമര വിത്തുകൾ എടുക്കുക. അതുപോലെ 4 സ്പൂൺ അളവായിട്ടുള്ള പെരിഞ്ചീരകവും കൂടി ചേർക്കേണ്ടതാണ്. ഇതിനൊപ്പം ഇവ രണ്ടും കൂടി ഫ്രൈ പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുക. ഈ പൊടിയിൽ നിന്നും 1 സ്പൂൺ അളവായിട്ടുള്ള പൊടി ചൂട് പാലിനകത്തേക്ക് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക. അതിനുശേഷം ഇത് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കാൻ കഴിയുന്നതാണ്. രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റുന്നതാണ്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്. പ്രത്യേകിച്ച് എല്ലുകളുടെയും മസിൽസുകളുടെയും ഒപ്പം തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാനും ഗുണകരമാകുന്നതാണ്. ഇനി 5ാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉലുവയും അതുപോലെ വാൾനട്ടും കൂടി ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനൊപ്പം തന്നെ നമ്മുടെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ ശരീരത്തിന്റെ നീർക്കെട്ട്, വേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ, എല്ലുകളുടെ മൂവ്മെന്റ്സ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെ ഗുണകരമാകുന്നതാണ്. അതുപോലെ വാൾനട്ട് എന്ന് പറയുന്നതും വിറ്റമിൻ ഇ സമൃദ്ധമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇത് ഏത് രീതികളിലാണ് ഉപയോഗപ്രദമാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ നമ്മൾ 1 സ്പൂൺ അളവായിട്ടുള്ള ഉലുവ തലേ ദിവസം 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം കുടിക്കുകയും അതിനടിയിലുള്ള ഉലുവ ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്. ഇതിനൊപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വാൾനട്ട് ആണ്. അപ്പോൾ വാൾനട്ട് എപ്പോഴും നമ്മൾ കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കഴിക്കേണ്ടതാണ്. എന്നാൽ ആ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കേണ്ടതില്ല. കാരണം അതിൽ ആന്റി ന്യൂട്രിയൻ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ടാവാം. ഇത് നമ്മുടെ ബാക്കിയുള്ള മിനറൽസുകളുടെ അബ്സോർപ്ഷനെ തടയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വെള്ളം കുടിക്കേണ്ടതില്ല. കുതിർത്ത് വെച്ചിട്ടുള്ള വാൾനട്ടിൽ നിന്നും 2-3 എണ്ണം ചവച്ചരിച്ച് കഴിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് 5ാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് ദഹന സംബന്ധമായിട്ടുള്ളതും ഒപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടി സഹായിക്കും.
സഹായകരമാകുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള 5 രീതികളിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് അത് ഒന്നെങ്കിൽ ഒന്നോ രണ്ടോ രീതിയിലായിട്ടുള്ള രീതി നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാം. ഇപ്പോൾ ഒരാഴ്ച ഒരു പാറ്റേൺ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ഒരു കോമ്പിനേഷൻ ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് അടുത്ത കോമ്പിനേഷൻ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഇതുപോലെ നിങ്ങളൊരു 3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പലതരത്തിലുള്ള വിറ്റമിൻസുകളുടെയും മിനറൽസുകളുടെയും ഒക്കെ തന്നെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാം. ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഭക്ഷണ രീതികളായിക്കോട്ടെ, അതുപോലെ നമ്മുടെ എക്സസൈസ് വ്യായാമ കുറവ് മൂലവും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസുകളുടെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലമേഷന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെയും സാധ്യമാകുന്നതാണ്. ഈ ഒരു വിഷയത്തെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.